അപ്പോൾ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവൻ്റെ പേരാണ് ബിയർ ബട്ടർ ചിക്കൻ നാൻ. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. അപ്പോൾ ഇവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നേരെ കാണാം. ആദ്യം മൈദ എടുക്കുന്നു. മൈദ എടുത്ത ശേഷം കത്തിക്ക് 2 വീശി ശേഷം ഒരു മുട്ട എടുത്ത് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഇട്ടു. ശേഷം ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 കൊട്ട് കൊട്ടിയ ശേഷം ഇവനങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുകൊണ്ടല്ലേ നല്ല മിക്സ് ആയ ശേഷം ഒരു ഇച്ചിരി പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കൊടുത്ത ശേഷം നമ്മുടെ കിടുക്കാച്ചി ആയിട്ടും ഇതുപോലെ ഒരു പൊട്ടിയിലും ഒരു ചീറ്റും ഉറച്ചൊഴിച്ചാൽ മതി കേട്ടോ. ലൈറ്റായിട്ട് വേണമെങ്കിൽ മതി കേട്ടോ. എന്നിട്ട് ഇതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം അങ്ങ് കലക്കി മിക്സ് ചെയ്യുക. ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തങ്ങ് ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ അങ്ങ് ചെയ്തു. അപ്പോഴേക്കും ഇവൻ നല്ല സോഫ്റ്റായിട്ട് മയത്തിൽ ഇതുപോലെ ഉണ്ടയായിട്ട് കിട്ടും. ഇതുപോലെ അങ്ങ് പേട റെഡിയായ ശേഷം നമുക്ക് നേരെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് തൈര് എടുക്കുന്നു. ഇതെന്തിനാണെന്നറിയോ? നമുക്ക് ചെറിയൊരു ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇച്ചിരി എരിവിന് വേണ്ടി പച്ചമുളകോ അല്ല കാന്താരി ചതച്ചോ എടുത്തിടുക. കുറച്ച് ലെമൺ ജ്യൂസ് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് ബ്ലാക്ക് സാൾട്ട് കേട്ടോ, അതായത് കറുത്ത ഉപ്പ് എന്നൊക്കെ പറയും. അത് ആ വക സാധനമൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നേരെ നോക്കിയാൽ മതി. ഈ സാധനം എടുത്തിടുക. കുറച്ച് ഗരം മസാലാസ്, ജീരക പൗഡർ, ഇതുപോലെ മസാലാസ് എല്ലാം കൂടെ ഇട്ട് ഇച്ചിരി മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി. അതാകുമ്പോൾ 2 സ്പൂൺ അങ്ങ് നല്ല രീതിയിലാണ് നല്ല കളറും കിട്ടും. ഇതിട്ട ശേഷം ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടെ ഇട്ട് ഇതുപോലെ ഇട്ട ശേഷം ഇതിലേക്ക് എണ്ണ, അത് കടുകെണ്ണയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ 2 ഡാൻസൊക്കെ കളിച്ച് നല്ല സെറ്റായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. കണ്ടില്ലേ നല്ല സ്റ്റൈലല്ലേ? ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നല്ല ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് എടുത്തിട്ട് ഒറ്റ മറിച്ച ശേഷം ഇവ നല്ലോണം മസാല അങ്ങ് പിടിപ്പിക്കുക. ഒരു ഇച്ചിരി നേരം അങ്ങ് ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മസാലയൊക്കെ ചിക്കനിലങ്ങ് പിടിക്കും. ശേഷം ഇതുപോലൊരു കമ്പി എടുക്കുക. കമ്പി എടുത്തിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇതിലേക്ക് കുത്തി ഇറക്കുക. നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ ഇതുപോലെ കന്തൂരി കമ്പി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. അതിലേക്ക് ഇവനെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഈ കമ്പിയിലേക്ക് കുത്തി കയറ്റുക. നമ്മുടെ കിച്ചനെ കൊണ്ട് നമ്മൾ നല്ല സ്റ്റൈലായിട്ട് കുത്തി കയറ്റുന്നുണ്ട്. റെഡിയാക്കിയ ശേഷം ഇവനെ നേരെ ഒരു തൂക്കിയിടും. തൂക്കിയിട്ട ശേഷം നമ്മളത് തന്തൂരി തീ പിടിപ്പിച്ചിരിക്കണം. നല്ല സ്റ്റൈലായിട്ട് കാണാം നിങ്ങൾക്ക്. കണ്ടില്ലേ? എൻ്റെ ടെമ്പറേച്ചറൊക്കെ നല്ല അടിപൊളി ടെമ്പറേച്ചർ, നല്ല ചൂടും തീയും കനലും ഒക്കെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അവിടെ കിടന്ന്. ആ പൊട്ടിത്തെറിച്ച് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് നേരെ അതിലേക്ക് ചിക്കൻ അങ്ങ് ഇറക്കി വെക്കാം. ചിക്കൻ അങ്ങ് ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കുക. അപ്പോഴേക്കും ഓൾമോസ്റ്റ് റെഡിയാക്കി. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ റെഡിയാക്കി കിട്ടും. കണ്ടില്ലേ? ഈ സാധനം റെഡിയാക്കിയ ശേഷം നമ്മൾ നേരെ പാൻ ഇതുപോലെ സ്റ്റൈലായിട്ട് അങ്ങ് കത്തിച്ച അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് ഗീ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ജീരകം ഇതുപോലെ ഇട്ട് പൊട്ടിക്കുക. ജീരകം പൊട്ടിയ ശേഷം സവോള ചെറുതായി എരിഞ്ഞ സവോള ഇതിലായിട്ട് നല്ലവണ്ണം അങ്ങ് വരട്ടുക. ഇത് നമ്മുടെ ബട്ടർ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ പോകട്ടോ. ബട്ടർ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. സെറ്റായിട്ട് അങ്ങ് വരുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ തക്കാളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടോട്ട് ഇതുപോലെ അങ്ങ് വരട്ടുക. വരട്ടി ഒരു ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് ഒന്നും കൂടെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് വരട്ട് നല്ല സെറ്റായി വരുമ്പോൾ തക്കാളി നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇതുപോലെ വരട്ടിയെടുക്കുക. അപ്പോൾ ഒരു ഗ്രേവി രൂപത്തിലെങ്ങനെയാവും, നല്ല ടൈറ്റായിട്ടുള്ള ഗ്രേവി. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയതോ നല്ല സെറ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് വരട്ടി ടൈറ്റാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുക. ഇത് ആരോടും പറഞ്ഞു കൊടുക്കട്ടെ, കിടക്കാച്ച സംഭവം കേട്ടോ. ഇച്ചിരി തേങ്ങാപ്പാലം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ഗ്രേവി രൂപത്തിൽ കണ്ടില്ലേ നല്ല സ്റ്റൈലായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല സ്റ്റൈലും ചെത്ത് ഗ്രേവി കേട്ടോ. ആ ഗ്രേവിയിലേക്ക് കുറച്ച് മസാലാസായിട്ട് ജീരക പൗഡറും ഗരം മസാലയും കുറച്ച് ഇതുപോലെയുള്ള മസാലാസ് എല്ലാം കൂടെ പൊടിച്ച് അതിലേക്ക് ഇച്ചിരി പെപ്പറും കൂടെ ഇട്ട് സെറ്റായിട്ട് മിക്സ് ചെയ്യുക. മിക്സായിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് അങ്ങ് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ എടുത്തിട്ട് അങ്ങ് ചോപ്പ് ചെയ്യാം. ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞ് നല്ല കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുത്തേക്കാം. നല്ല സ്റ്റൈലായിട്ട് കണ്ടില്ലേ? ഈ ചിക്കൻ മൊത്തം നല്ല രീതിയിൽ കുനുകുനാന്നങ്ങ് അരിഞ്ഞ് സെറ്റായി വരുമ്പോൾ നമുക്ക് നേരെ അതിലേക്ക് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് നല്ല തിക്കായിട്ടുള്ള സെറ്റായിട്ട് ഇതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ബട്ടർ ചിക്കൻ്റെ മസാലാസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുക.
എന്നിട്ട് അതിലേക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉപ്പിട്ട് ടൈറ്റാക്കി സാധനം സെറ്റാക്കി നമ്മൾ ശേഷം ഇതിലേക്ക് കുറച്ച് ഇതുപോലെ തിക്കായിട്ടുള്ള ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെയും ടൈറ്റായിട്ട് അങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തു, ഒന്നും നോക്കണ്ട. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്ക് ആ സോസ് അങ്ങ് നല്ല ഗ്ലേസ് ആയിട്ട് നല്ല ടേസ്റ്റ് വരും. കൂടെ ഇച്ചിരി കസ്തൂരി മേത്തയും കൂടെ ഇതുപോലെ അങ്ങ് വാരി അങ്ങ് വെതറിയിട്ട് ഇതുപോലെ ടൈറ്റാക്കി അങ്ങ് പിടിക്കുക. കാരണം ഒട്ടും വെള്ളമയം ഉണ്ടാവില്ല, വെള്ളമയം ഉണ്ടായാൽ ശരിയാവില്ല. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് ഇച്ചിരി കൊറിയാണ്ടറും കൂടെ ഇട്ട് ഇവനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ രൂപത്തിലാക്കി ഇങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മുടെ പേട അവിടെ റെഡി ആയിരിക്കല്ലേ, അവനത് 1, 2, 3, 4 അങ്ങ് കീറുക. ഇതുപോലെ കീറി എടുക്കുക. എന്നിട്ട് ഇവനെ ഉണ്ട പോലെ പിടിച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ ഷേപ്പാക്കി ലെവലാക്കി കുട്ടപ്പനാക്കി നല്ല തിളക്കി വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇച്ചിരി മൈദപ്പൊടി ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് വാരി അങ്ങ് പതറിക്കും. മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവനത് ഇതുപോലെ കൈ കൊണ്ടങ്ങ് നല്ല 2 പരത്തി റോളർ വെച്ചും ഇതുപോലെ പരത്തി ഒരു ഷീറ്റ് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. നമ്മുടെ ബട്ടർ നാനിന് വേണ്ടിയാണ് ഈ ഷേപ്പാക്കി എടുക്കുന്നത്. എന്നിട്ട് അടുത്തതും ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പാക്കി നല്ല സെറ്റായി കുട്ടപ്പനാക്കി അങ്ങ് ഒഴിക്കുക. കണ്ടില്ലേ? ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ചിക്കൻ കീമ നേരെ ഇതിലേക്ക് ഒരു സ്പൂണിലെടുത്ത് 1-2 സ്പൂൺ അങ്ങ് ഇതുപോലെ അങ്ങ് വാരി വിതറിയ ശേഷം അവനെ ആ ഷീറ്റിലേക്ക് ഫുള്ളങ്ങ് പതിപ്പിക്കുക. ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്യുക, നല്ല രീതിയിൽ അങ്ങ് തേച്ച ശേഷം ഇതുപോലെ ഇച്ചിരി അമൂൾ ചീസോ അല്ല ചെഡാർ ചീസോ അങ്ങ് വാരി അങ്ങ് വിതറുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നല്ല കറക്റ്റായിട്ട് മടക്കാൻ അറിയണം. എന്നിട്ടൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യുക, കാരണം അവനങ്ങ് ടൈറ്റായിട്ട് അങ്ങ് ഇരിക്കട്ടെ. ഇതുപോലെ തന്നെ സെറ്റപ്പനാക്കി കുട്ടപ്പനാക്കി ലെവലാക്കി അങ്ങ് പിടിച്ച ശേഷം നമ്മൾ തന്തൂരിലേക്ക് ഇവനെ ഇറക്കാൻ പോവാം. ഡയറക്റ്റ് ഇറക്കിയാൽ ഇവൻ കരിയുടെ പൊക്കത്ത് ഇറക്കും. അതുകൊണ്ട് ഇതുപോലൊരു സാധനം വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇറക്കി ഒരു മാക്സിമം 2-3 മിനിറ്റ് കൊണ്ട് സാധനം റെഡി ആയിട്ട് വരും. നിങ്ങൾ വീടുകളിൽ ചെയ്യുമ്പോൾ പാൻ ഉണ്ടെങ്കിൽ പാനിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചു ഇട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ എളുപ്പമാണ്. ശരി, ഇതുപോലെ ബട്ടർ ഇട്ട് ഗ്ലേസ് ചെയ്യിക്കുക സാധനം. ഇപ്പം നമ്മുടെ ബിയർ ബട്ടർ ചിക്കൻ നാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവനെ 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കുതിപ്പിക്കുക. എന്നിട്ടൊരു പിടുത്തങ്ങ് പിടിക്കുക. അപ്പോൾ വീട്ടുകാരിലൊക്കെ അങ്ങ് ട്രൈ ചെയ്യുക. ചങ്ങാതിമാരെ വീട്ടിൽ ചെന്നത് സൂപ്പറായിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ തള്ളിപ്പിടിക്കാനും